ഇന്നും നമുക്ക് ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യാനുണ്ട് കേട്ടോ. ഇന്ന് കഴിഞ്ഞ തവണത്തേക്കാ കുറച്ച് അപ്ഡേഷൻസ് ഒക്കെ വരുത്തിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ റിച്ച് ആട്ടോ. സാമ്പാറും വെണ്ടയ്ക്ക തോരനും അച്ചാറും ഉണക്കമീൻ വറുത്തതും ഒക്കെ ഉണ്ട്. അമ്മയ്ക്ക് പോകാനുള്ള സമയമായിട്ടോ, അതുകൊണ്ട് നമുക്ക് വേഗം അമ്മയുടെ ചോറ് ആദ്യം സെറ്റാക്കിയിട്ട് കൊടുത്തു വിടാം. അത് കഴിഞ്ഞിട്ട് ചേട്ടൻ്റെ ചോറ് സെറ്റാക്കാം. അങ്ങനെ അമ്മയുടെ ചോറ് കൊടുത്തു വിട്ടു കേട്ടോ. ഇനി നമുക്ക് ചേട്ടൻ്റെ ചോറിലേക്ക് കിടക്കാം. ഇന്ന് ചേട്ടൻ്റെ ചോറിൽ കറിയൊക്കെ മേതയാട്ടോ വയ്ക്കുന്നത്. അമ്മ പറഞ്ഞു ഇപ്പോൾ പാത്രം വലുതായതുകൊണ്ട് അവൻ അത്ര പരാതി പറയാറില്ല എന്നാ, അതുകൊണ്ട് ചോറിൻ്റെ മേത വച്ചാൽ മതി എന്നാട്ടോ ഇന്ന് പറഞ്ഞേക്കുന്നേ. അതാവുമ്പോൾ നമുക്ക് കുറച്ച് പാത്രവും കഴിയാൻ മതിയല്ലോ. അങ്ങനെ ആ ലഞ്ച് ബോക്സും സെറ്റാക്കി നമുക്ക് കറി വയ്ക്കാം. കറി ഇന്ന് ഞാൻ സ്റ്റീൽ പാത്രത്തിലാട്ടോ വയ്ക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഒരു ചേച്ചി കമൻ്റ് ഇട്ട് പറഞ്ഞിരുന്നു കേട്ടോ, ചൂട് കറി പ്ലാസ്റ്റിക് പാത്രത്തിൽ ഒഴിക്കരുതെന്ന്. ഞാൻ ദാ മാറ്റിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കറി നമ്മൾ സെറ്റാക്കി. ഇന്ന് അമ്മ 2 പാത്രവും പേപ്പറിൽ പൊതിഞ്ഞ് വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിട്ടോ, ഒരു ലീക്കേജ് ഒന്നും വരാതിരിക്കാൻ വേണ്ടി. അതുകൊണ്ട് നമുക്ക് ലഞ്ച് ബോക്സും കറിപ്പാത്രവും ഒക്കെ പേപ്പറിൽ പൊതിഞ്ഞിട്ട് ടിഫിൻ ബാഗിലേക്ക് വെക്കാം. പിന്നെ ഇന്നൊരു കൂടെ ഒരു സ്പൂണും വെച്ചിട്ടുണ്ട് കേട്ടോ. സ്പൂൺ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കറിപ്പാത്രം ടൈറ്റായി കഴിഞ്ഞാൽ തുറക്കാൻ എളുപ്പത്തിനാണ്. അത് അമ്മ വയ്ക്കാൻ പറഞ്ഞതാട്ടോ. അപ്പം ഇന്നത്തെ ലഞ്ച് ബോക്സ് അങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് അത്യാവശ്യം നല്ല കറികളൊക്കെ ഉണ്ട്. അപ്പം ഇനി പിന്നെ കാണാവേ, ബായ്.